Hello friends, welcome to IGNOU Learning and to the BA Psychology classes. In this lecture, we'll be discussing about a little bit of the history of psychology and also about science and how psychology is a science. So without any further introduction, we can just move on to the topic. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ എന്ന്, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. സോ വാട്ട് എവർ ദാറ്റ് ഈസ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് സൈക്കോളജി ഒരു സയൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫീൽഡാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സയൻസ് നമ്മൾ പൊതുവെ പറയാറുള്ള ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അതുപോലുള്ള സയൻസിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉള്ള ഒരു സയൻറ്റിഫിക് ഫീൽഡാണോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ആ കാര്യത്തിൽ? അതായത് സൈക്കോളജി മറ്റുള്ള ഫീൽഡ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സയൻറ്റിഫിക് ഫീൽഡ്സിൽ നിന്നും എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് സൈക്കോളജിയിൽ കാണാൻ പറ്റുന്നത്? സോ വാട്ട് എവർ യുവർ ആൻസർ ഈസ്, ഇറ്റ് ഈസ് ആക്ച്വലി എ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. സൈക്കോളജി മറ്റുള്ള ഫീൽഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറൻസ് ഉള്ള ഒരു സയൻറ്റിഫിക് ഫീൽഡാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതിൻ്റെ ഒരു കണ്ടെക്സ്റ്റ് ബേസ്ഡ് നേച്ചർ എന്നുള്ളത്. കുറച്ചുകൂടെ കണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നൊരു വിഷയം. കണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ലൈക്ക് E=mc² ആവട്ടെ, അതൊരു ഫിസിക്സിലുള്ള ഒരു ലോ ആണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവട്ടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്കറിയാം വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2 ആണ്. അത് എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഏത് രീതിയിലുള്ള വാട്ടർ ആണെങ്കിലും നമുക്ക് വാട്ടറിൻ്റെ ആ ഒരു ബേസ് ഫോർമുല എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. എല്ലാ കാലത്തും എന്താണ് വാട്ടറിൻ്റെ ആ ഒരു കെമിക്കൽ ഫോർമുല എന്താണ്, H2 ആയിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ നിങ്ങളൊരു വ്യക്തിയുടെ ബിഹേവിയറിനെ നോക്കൂ. നമ്മളുടെ സൈക്കോളജിയിലുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ, ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ ആണെങ്കിൽ, അയാളുടെ ബിഹേവിയർ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ആ കൺസെപ്റ്റിലും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിലും എന്ത് ഉണ്ടാവും, ഡിഫറൻസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൈക്കോളജി എന്താണ്, കുറച്ചുകൂടെ കണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണോ നമ്മൾ തിയറീസും സൈക്കോളജിയുടെ ഫാക്ടേഴ്സൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതൊരു പക്ഷേ ഭാവിയിൽ മാറാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ചസിന് വിധേയമാവാൻ സാധ്യതയുള്ളതുമാണെന്നാണ് കാര്യം. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് സൈക്കോളജിയാണ്. നമ്മൾ ഒരുപാടൊന്നും ഹിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാം. ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ സൈക്കോളജിയുടെ ഫാദർ അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജിയുടെ ഫാദർ ആരാണെന്ന് പഠിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ സൈക്കോളജിയുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മുമ്പ് എങ്ങനെയായിരുന്നു സൈക്കോളജി എന്നൊക്കെ നമ്മൾ ഇൻട്രഡക്ടറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം, ചെറിയ രീതിയിലൊന്ന് റിവൈൻഡ് ചെയ്യാം. എവിടെ നിന്നാണ് സൈക്കോളജി വന്നതെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എർമൻ എബിംഗസിൻ്റെ ഒരു കോട്ട് കൊണ്ട് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൈക്കോളജി ഹാസ് എ ലോങ് പാസ്റ്റ് ബട്ട് എ ഷോർട്ട് ഹിസ്റ്ററി എന്നാണ്. സൈക്കോളജിക്ക് വലിയൊരു പാസ്റ്റ് ഉണ്ട്, ശരിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഫിലോസഫേഴ്സിൻ്റെ സമയത്തിനൊക്കെ മുമ്പ് തന്നെ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം ഡിഫറെൻ്റ് ആയിട്ട് ആളുകൾ പെർസീവ് ചെയ്തിരുന്ന ഒരു വിഷയമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എനിവേ, സൈക്കോളജി ഹാസ് എ ലോങ് പാസ്റ്റ്. ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു പാസ്റ്റ് സൈക്കോളജി ഉണ്ട്, ബട്ട് എ ഷോർട്ട് ഹിസ്റ്ററി. സൈക്കോളജിക്ക് വലിയൊരു പാസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഹിസ്റ്ററി വളരെ ചെറുതാണെന്നാണ്. കാരണം സൈക്കോളജിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്, സൈക്കോളജി മുമ്പേ ഉണ്ടായിരുന്നു, ലൈക്ക് മനുഷ്യന്മാരുള്ള കാലത്തോളം സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ തുടക്കം മുതലേ സൈക്കോളജി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഹ്യൂമൻ മൈൻഡ്. സോ ഹ്യൂമൻ ബോഡി മാത്രമായിട്ട് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു കാലഘട്ടത്തിൽ മനുഷ്യന്മാരുണ്ടോ അന്നൊക്കെ മനുഷ്യൻ്റെ മനസ്സുണ്ട്, മനഃശാസ്ത്രത്തിനെ കുറിച്ച് ഉള്ള അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെ എക്സിസ്റ്റൻസും ഉണ്ട്. അത് പഠിച്ചതും പഠിക്കപ്പെട്ടതൊക്കെ ഡിഫറെൻ്റ് ആയുള്ള ടൈം പീരീഡ്സിലാണെന്ന് മാത്രം. സോ സൈക്കോളജിയുടെ ഒരു ലോങ് പാസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണെന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പം അതൊരു പാർട്ട് ഓഫ് ലൈക്ക് കൾച്ചർ ആവട്ടെ, സൊസൈറ്റി ആവട്ടെ, എന്തോ ആവട്ടെ, ആ ഒരു ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് അതിൻ്റെ എവിടെയൊക്കെ ആണോ അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചത്, ഇപ്പോൾ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആവട്ടെ, അപ്പോൾ ഒരു കൾച്ചറിലാണ് സംഭവിച്ചതെങ്കിൽ ആ കൾച്ചറിനെ കുറിച്ച് പഠിക്കണം. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസസോടുകൂടെ മാത്രമേ ഒരു കാര്യത്തിനെ അത് ഹിസ്റ്ററിയുടെ ഭാഗമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷെ നമുക്ക് എക്സാക്ട്ലി ഹിസ്റ്ററി ആണെന്ന് കൺഫേം ചെയ്തിട്ട് അല്ലെങ്കിൽ ശരിയാണെന്ന് കൺഫേം ചെയ്ത് നമുക്ക് പറയാൻ പറ്റും ില്ല. അതുകൊണ്ട് തന്നെ സൈക്കോളജിയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണെങ്കിൽ പോലും ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല, കുറച്ച് ഷോർട്ടാണെന്നാണ് പറയുന്നത്.
സോ ഈ ഹെർമൻ എബിംഗസ് ആണ് ഫോർഗെറ്റിങ്ങിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട്, അതായത് മറവി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഫർദറായിട്ട് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കിനി സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് വന്നത് നോക്കാം. സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ശരിക്കും ഗ്രീക്ക് ടെർമിനോളജി എന്നാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ടേമാണ് സൈക്കോളജി എന്നുള്ളത്. ആ ഒരു ടേം വരുന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. ഓക്കെ, ഗ്രീക്ക് ലാംഗ്വേജിലുള്ള സൈക്ക് എന്ന് പറയുന്ന ഒരു ടേം, സൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് അല്ലെങ്കിൽ ശ്വാസം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ആത്മാവ് തന്നെയാണെന്ന് കരുതാം നമ്മൾ ഫോർ ദ ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ സൈക്കോളജിയെ കുറിച്ച് പറയുന്ന സമയത്ത് സൈക്ക് എന്ന് പറയുന്നത് എന്താണ്? സോൾ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കാം. സൈക്ക് പ്ലസ് ലോഗോസ്, അടുത്തൊരു ടേമാണ് ലോഗോസ് എന്നുള്ളത്. സൈക്ക് പ്ലസ് ലോഗോസ്, സൈക്ക് എന്ന് പറയുന്നൊരു ടേമും ലോഗോസ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ കൂടിയിട്ടാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടെർമിനോളജിയിലേക്ക് വന്നത്. ലോഗോസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ്, അറിവ് അല്ലെങ്കിൽ സ്റ്റഡി, പഠിക്കുക എന്നുള്ളതാണ്, പഠനം എന്നുള്ളതാണ്. ഓക്കെ, സൈക്ക് പ്ലസ് ലോഗോസ് നിന്നപ്പോൾ നമ്മൾ ഒന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡി അബൌട്ട് സോൾ എന്ന് പറയാം, അല്ലെങ്കിൽ നോളജ് അബൌട്ട് സോൾ എന്ന് പറയാം. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സൈക്കോളജിയുടെ ഏർലി ഡെഫിനിഷൻസിൽ ഒന്നായിരുന്നു എന്ത്, അല്ലെങ്കിൽ ഫസ്റ്റിലത്തെ ഡെഫിനിഷൻ ആയിരുന്നു സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോൾ എന്നുള്ളത്. സോ ആ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ട്, ഈ ഒരു ടെർമിനോളജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. സോ ദ ടേം സൈക്കോളജി ഈസ് ഫ്രം ഗ്രീക്ക് ടെർമിനോളജി ആൻഡ് ദ ടു ഗ്രീക്ക് വേർഡ്സ് സൈക്ക് ആൻഡ് ലോഗോസ് വിച്ച് ടേൺ ടു ബി സൈക്കോളജി. ഈ ഫോട്ടോ നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നത്? ഒരു വ്യക്തി ഇരിക്കുന്നു, അതിന് ചുറ്റും കുറേ ആളുകൾ കൂടിയിരുന്ന് എന്തോ ഡിസ്കസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ മുമ്പിൽ എന്തോ ഒരു അപ്പാരറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ട്, സംതിങ് ലൈക്ക് എൻ എക്സ്പെരിമെൻ്റൽ തിങ്, റൈറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നിങ്ങളുടെ സൈക്കോളജിയുടെ, അതായത് നമ്മളുടെ സൈക്കോളജിയുടെ ലോകത്തിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ ലബോറട്ടറിയിൽ അതിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വില്യം വുണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണിത്. വില്യം വുണ്ടാണ് സെൻറ്ററിൽ കസേരയിൽ ഇരിക്കുന്ന ആൾ. അദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റൽ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗിലായിരുന്നു 1879. 1879 ആണ് ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റൽ ലബോറട്ടറി ഓഫ് സൈക്കോളജി എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുടെ പേരാണ് വില്യം വുണ്ട്. അതൊരു മേജർ ആയിട്ടുള്ള ചേഞ്ച് ആയിരുന്നു സൈക്കോളജി ഫീൽഡിൽ. കാരണം അതുവരെ അൺസയൻറ്റിഫിക് ആയിട്ട് പോയിരുന്ന ഒരു സൈക്കോളജിയെ, അതായത് ഒരു പരിധി വരെ അൺസയൻറ്റിഫിക് ആയിട്ട് പോയിരുന്ന ഒരു ഫീൽഡായിരുന്ന സൈക്കോളജിയെ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് മാറ്റിയത്, അതുപോലുള്ളൊരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവന്നത് ഈ ഒരു ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ്. ഇതിന് ശേഷം 1890 അമേരിക്കയിൽ ഫസ്റ്റ് ലബോറട്ടറി കൊണ്ടുവന്നിരുന്നു വില്യം ജെയിംസ്. സോ അങ്ങനെ ഒരുപാട് ലബോറട്ടറീസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു തറക്കല്ല് അല്ലെങ്കിൽ ബേസ്മെൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഈ ഫസ്റ്റ് ലബോറട്ടറി എന്നുള്ളത്. സോ ലബോറട്ടറീസിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് നടക്കും, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടക്കും, റിസർച്ചസ് ഒക്കെ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഫൈൻഡിങ്സിലേക്കൊക്കെ എത്താൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു മേജർ ആയിട്ടുള്ള സൈക്കോളജിയുടെ ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദ നെയിം ഓഫ് വില്യം വുണ്ട് ആൻഡ് ദ ഇയർ ആൻഡ് ഓൾസോ ദ നെയിം ഓഫ് ദ യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗ് ഇൻ ജർമ്മനി. സൈക്കോളജിയുടെ ഫാദർ ആരാണെന്നുള്ളത് ആദ്യ കാലഘട്ടത്തിലൊക്കെ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ മോഡേൺ സൈക്കോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നമ്മളുടെ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്ത വില്യം വുണ്ട് തന്നെയാണ്. സോ വില്യം വുണ്ട് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. സോ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് ഇന്ന്, അതായത് ഈ പെർട്ടിക്കുലർ ലെക്ചറിൽ അത്രമാത്രമേ നമുക്ക് സംസാരിക്കാനുള്ളൂ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് സൈക്കോളജി ആസ് എ സയൻസ് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്കാണ്. എന്തുകൊണ്ടാണ് സൈക്കോളജി ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ സൈക്കോളജിയെ ആവട്ടെ മറ്റേത് വിഷയത്തിനെ ആവട്ടെ സയൻസിൻ്റെ ഭാഗമായി കൺസിഡർ ചെയ്യാൻ എന്തൊക്കെ ക്രൈറ്റീരിയസാണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ദാറ്റ്. ആദ്യം നിങ്ങളൊരു വീഡിയോ കാണും, സയൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ. ഐ ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ എനിത്തിങ് അബൌട്ട് ദിസ്, യു ക്യാൻ ജസ്റ്റ് വാച്ച് ദിസ്. ഓക്കെ. What is science? Science is understanding and being curious about the physical and natural world all around us.
We learn new things by observing, asking questions, and experimenting. This is called the scientific process, and we all use it every day, even without knowing it. Observation. Sometimes, when we see things around us, like a honeybee flying through the air, we ask ourselves questions. Question. You might ask, how does the honeybee fly? Hypothesis. Maybe the honeybee is being held up by string, or maybe it's using a bee-sized jetpack, or flying a tiny plane. Experiment. By taking some time to watch the bee fly around, we can see that none of these things are true. No string, no jetpack, no plane. First result. When the bee lands, we can see a set of wings on its back. New hypothesis. It probably uses those wings to fly around, much like other bugs and birds do. Teamwork. A friend sees you having fun looking at honeybees and joins in. Now there are two of you. You get to check even more bees than you would by yourself. New experiment. You look closer at the bees on the ground and in the air, and you notice that all the honeybees you see are using their wings to fly. Final result. The honeybee flies by moving all 4 of its wings back and forth really fast. Share the findings. By helping others to understand what we have learned, we can inspire them to think of their own questions to find answers to. Just like that, you have used the scientific process to learn something new about honeybees and the world. This is exactly what scientists do to find out more complicated things. It's why the Wright brothers studied birds to invent the aeroplane, transforming the way that people travel forever. It's how Marie Curie changed the medical world with her twice-winning Nobel Prize work on radiation. It's the process that scientists have used throughout history to create medicine, light bulbs, cars, planes, smartphones, television, space rockets, satellites, computers, and so much more. So the next time you're faced with a fascinating problem, remember to observe, ask a question, hypothesize, experiment, and share your results. ആ വീഡിയോയിൽ ഹണിബീക്ക് എന്തുകൊണ്ടാണ് പറക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ശരിക്കും സയൻറ്റിഫിക്കലി പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ സെൽഫ് എക്സ്പ്ലനേറ്ററി വീഡിയോ. പക്ഷേ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് നിങ്ങളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടൊരു കാര്യത്തിനെ നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ, എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ഒബ്സേർവ് ചെയ്യണം അല്ലേ. അതായത് ഒരു കാര്യം നമ്മളെ മുമ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സേർവ് ചെയ്യണം. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഉള്ളിലേക്ക് വരണം, ലൈക്ക് എന്തുകൊണ്ടാണ് ഹണിബി പറക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിമാനം പറക്കുന്നത്, ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ക്യൂരിയോസിറ്റിയുടെ മുകളിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ചോദ്യത്തിനെ കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്തി അതിന് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം, ലൈക്ക് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അവർക്ക് 4 ചിറകുള്ളത് കൊണ്ടായിരിക്കാം ഹണിബീസ് പറക്കുന്നത് എന്ന് നമ്മൾ ഹൈപ്പോത്തസിസ് ഇടുകയാണ്. എന്നിട്ട് നമ്മൾ അതിനെന്തിനും എക്സ്പെരിമെൻറ്റ് ചെയ്യണം അല്ലേ. അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിസൾട്ട് ലൈക്ക് പറയണം, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയാം. അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ടിൻ്റെ ഏത് രീതിയിലാണോ നമ്മൾ ഇതുവരെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഹൗ വി ക്യാൻ എസ്റ്റാബ്ലിഷ് സംതിങ് ആസ് എ സയൻറ്റിഫിക് ഫൈൻഡിങ്. അതായത് ഒരു കാര്യത്തിന് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫൈൻഡിങ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ ഇത്തരം പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, കടന്നു പോകണം. സോ ലെറ്റ്സ് സീ എ ഡെഫിനിഷൻ ഓഫ് സയൻസ്. സയൻസ് ഈസ് എൻ അപ്രോച്ച് ടു നോളജ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്നാണ്. സയൻസ് എന്താണ്, നോളജിൻ്റെ ഒരു അപ്രോച്ചാണ്. അതായത് അറിവ് നേടാനുള്ള ഒരു ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എൻ അപ്രോച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഉണ്ടാവും, ആർട്ട്, അതുപോലെ തന്നെ കുറേ ടൈപ്പ് ഓഫ് അപ്രോച്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ബട്ട് സയൻസ് ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എൻ അപ്രോച്ച് ടു നോളജ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഇത് പറഞ്ഞത് ലഹയാണ് 1998. സോ ഹി വാസ് എ സയൻറ്റിസ്റ്റ്. ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യത്തിന് ഒബ്സർവ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കത് സയൻസിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നില്ല. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ വിത്ത് പ്രിസൈസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിത്ത് ഇനഫ് ടൂൾസ്, അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തിന് ഒബ്സർവ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു അപ്രോച്ചായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് മാറ്റുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് ഒരു സയൻറ്റിഫിക്
ഫൈൻഡിങ് ആയിട്ട് മാറുന്നത്. അല്ലാതെ അതൊരു സയൻറ്റിഫിക് ഫൈൻഡിങ് ആയിട്ട് മാറില്ല. നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. പക്ഷേ ആ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സയൻസ് എന്താണ്, നോളജ് ഫൈൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നോളജിൻ്റെ അറിവ് നമുക്ക് നേടാനുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എൻ അപ്രോച്ചാണ്. അതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആണ് എന്നുള്ളതാണ്. ജസ്റ്റ് ഒബ്സർവേഷൻ അല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വെരി പ്രിസൈസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണെന്നാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം കൂടെ പറയാം. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഒരുവിധപ്പെട്ട എല്ലാ ഫൈൻഡിങ്സിൻ്റെയും സയൻറ്റിഫിക് ഫൈൻഡിങ്സിൻ്റെയും പിന്നിലുള്ളൊരു കാര്യമാണ്. ലൈക്ക് നമുക്ക് ഗ്രാവിറ്റിയുടെ കാണാം, എന്തുകൊണ്ട് ആപ്പിൾ മുകളിലോട്ട് പോയില്ല എന്നുള്ളൊരു ചിന്തയുടെ മുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ലൈക്ക് ആ ഒരു ഒബ്സർവേഷൻ്റെ ബേസിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഒബ്സർവേഷൻസിൻ്റെ ബേസിലായിരിക്കും പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ സയൻസിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളതൊരു കാര്യമാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ബേസിക് തിങ്സ് ഓഫ് സയൻസ്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ സയൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയപ്പെടുന്ന സോഷ്യൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ യങ്ങസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് എന്നുള്ളത് സയൻസിൻ്റെ ഒരു മേജർ ഫീൽഡായിട്ട് കണക്കാക്കപ്പെട്ടത് ഈ ഒരു അടുത്ത കാലത്താണ്. സോഷ്യൽ സയൻസസ് സയൻസിൻ്റെ ഭാഗമായത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന അതിൽ എക്കണോമിക്സ് ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്. ഈ സോഷ്യൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസിൽ എക്കണോമിക്സ് ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, അങ്ങനെ കുറേ ഫീൽഡ്സ് ഉണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഓർ ബിഹേവിയർ സയൻസസ് എന്നുള്ളത് റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള ഒരു മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് സയൻസ് ആണ്. അതിൻ്റെ അണ്ടറിലാണ് എന്ത് നമ്മളുടെ മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി വരുന്നത്. എന്താണ് സോഷ്യൽ സയൻസ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമുക്കൊരു ചെറിയ വീഡിയോ കൂടെ കാണാം. They came up with the idea that became the National Health Service. They shaped the growth of the welfare state, providing a safety net for those needing a helping hand. And they helped the Bank of England deal with the financial crisis. Who are these people? The ones behind some of the most important changes to Britain in the last century? Social scientists, that's who. Their research covers the full span of human behaviour, from economics to education, sociology, geography, linguistics and social anthropology, psychology to social work and even business and management studies. They look at how society works, how we react and adapt to changes, why some things succeed and others don't. Social scientists do their research in different ways. Sometimes they set out to prove or disprove something in particular. Other times they come across new and unexpected findings when doing basic research. The Economic and Social Research Council is the UK's largest funder of social science research. And to ensure the research we fund is of high quality, all research applications undergo peer review. That is, they are quality checked by other experts and social scientists, which means the research questions, design and findings will be of the highest standards and quality. This ensures the findings are reliable and usable. Some social science research uses large-scale research projects. These follow groups of people through their lives over many years. The results can help all of us, including government, ministers, and even businesses and charities understand how society changes and the impact this can have on individual lives. This long-term work has helped us discover the effect smoking during pregnancy has on the development of children, identify the scarring effects repeated unemployment and poverty can have, and what impact living in a lone parent family can have on a child's future. The social sciences are all about understanding the way humans behave and interact with each other, helping to make our society a better place to live. ആ വീഡിയോയിൽ സോഷ്യൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസസ് എന്താണെന്നുള്ളത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. സോഷ്യൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സൊസൈറ്റീസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ സൊസൈറ്റീസിൻ്റെ ഉള്ളിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഇൻട്രാക്ഷൻസിനെ കുറിച്ചൊക്കെയാണ്. അതായത് സമൂഹങ്ങളെക്കുറിച്ചും അതിലുള്ള ആളുകളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസസ് ഫോക്കസ് ചെയ്യുന്നതും പഠിക്കുന്നതും. അപ്പോൾ ഈ സോഷ്യൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസസിന് മുമ്പ് ഉണ്ടായിരുന്ന സയൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഉണ്ടായിരുന്നത് ഫിസിക്കൽ സയൻസസ് ആയിരുന്നു. ആ ഫിസിക്കൽ സയൻസസിലാണ് നമ്മളുടെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പോവുക. പിന്നീടാണ് ലൈഫ് സയൻസസ് വന്നത്. ലൈഫ് സയൻസസിലാണ് ബയോളജി പോലെയുള്ള കാര്യങ്ങളൊക്കെ പെടുന്നത്. അതിനുശേഷം അവസാനമായിട്ട് വന്നതാണ്
സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ സോഷ്യൽ ഓർ ബിഹേവിയറൽ സയൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ. സോ ജസ്റ്റ് ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമുക്കിനി സയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ചെറിയ രീതിയിൽ, പക്ഷേ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ദ ഫസ്റ്റ് തിങ് ഈസ് എംപിരിക്കൽ ഒബ്സർവേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എവിഡൻസ് ബേസ്ഡ് ഒബ്സർവേഷൻ എന്നാണ് എംപിരിക്കൽ ഒബ്സർവേഷൻ്റെ ഒരു അർത്ഥം. നിങ്ങൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ചുമ്മാ വിളിച്ച് പറഞ്ഞാൽ അത് സയൻറ്റിഫിക്കൽ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്താലൊന്നും സയൻറ്റിഫിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഒരു ഒപ്പീനിയനോ നിങ്ങളുടെ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെൻറ്റോ ഒന്നും ഒരിക്കലും എന്താവുന്നില്ല, സയൻസിൻ്റെ ഭാഗമാവാൻ പോകുന്നില്ല വിത്തൗട്ട് എംപിരിക്കൽ ഒബ്സർവേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം സയൻറ്റിഫിക്കായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എംപിരിക്കൽ ഒബ്സർവേഷൻ നിർബന്ധമാണ്. സോ ദിസ് എംപിരിക്കൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ് എംപിരിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എവിഡൻസ്, കൃത്യമായ തെളിവുകളോടുകൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. നെക്സ്റ്റ് ആണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു സയൻറ്റിഫിക് കാര്യത്തിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ സംസാരിച്ചത്, ഒന്നാമത്തെ ക്യാരക്ടർ പറഞ്ഞത് എംപിരിക്കലി ഒബ്സർവ്ഡ് ആയിരിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫീൽഡ്സ് അല്ലെങ്കിൽ ഫൈൻഡിങ്സ് എന്നുള്ളതാണ്. രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സയൻസ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതും ഫൈൻഡ് ചെയ്യുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പം സയൻസിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്. ആ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ആ ഓർഡർ നമുക്ക് ജസ്റ്റ് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നു, അതിനുശേഷം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നു. ആൻഡ് ലേറ്റർ വി ഇൻ്റർപ്രറ്റ് വാട്ട് വി ഹാവ് കളക്റ്റഡ് ഓർ വാട്ട് വി ഹാവ് അനലൈസ്ഡ്. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ബേസിലൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു. അതായത് ഇന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളത് നമ്മളൊരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒരു പ്രിസംഷൻ അല്ലെങ്കിൽ ഒരു അസംഷൻ എന്താണ് നടത്തുന്നു അല്ലെങ്കിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതായത് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇതെങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ പോലെയാണോ കാര്യമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഡാറ്റ ആവശ്യമാണ്. ആ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡാറ്റയെ അനലൈസ് ചെയ്യുന്നു. അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്, നമ്മളുടെ ഹൈപ്പോത്തസിസുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യും. എന്നിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു സയൻറ്റിഫിക് കാര്യങ്ങളിൽ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എന്നുള്ളത്. ഈ ഒരു ഓർഡറിലാണ് കാര്യങ്ങൾ പോവുക. ആദ്യം നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് പിന്നീട് ഒബ്സർവേഷനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സയൻറ്റിഫിക്കലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോപ്പുലേഷനെ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റമാറ്റിക് ഓർഡർ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് സയൻസിൻ്റെ. അടുത്തത് മെഷർമെൻ്റ് ആണ്. നമുക്ക് നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുന്ന പോലെ സെൻറ്റിമീറ്റേഴ്സിൽ നമ്മളുടെ ധൈര്യം മെഷർ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു മെഷർ യുവർ ബ്രൈവറി ലൈക്ക് യു മെഷർ യുവർ ഹൈറ്റ്? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ സൈക്കോളജിയിൽ നമ്മൾ മറ്റ് സയൻസസുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വരുന്ന ഒരു മേജർ ഡിഫറൻസ് ആണ് ഈ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ. സൈക്കോളജിയിലെ ഫാക്ടേഴ്സ് പലതും എന്താണ്, മറ്റ് സയൻസ് മെഷർ ചെയ്യുന്നത് പോലെ അത്ര മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്ര കൃത്യമായിട്ടുള്ള ഒരു അളവിൽ നമുക്ക് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ലോകത്തിലെ ഏത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എടുത്തിട്ട് പേഴ്സണാലിറ്റിയെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും, ഏതൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 100% ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കിട്ടുമെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ 100% ആയിട്ട് നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു സ്കെയിൽ എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടാപ്പ് ലൈക്ക് വാട്ട് എവർ ദ തിങ് ദാറ്റ് യു ആർ യൂസിങ്, നിങ്ങൾ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്
കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയാണ് എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ധൈര്യത്തിനെയാണ്, ബ്രേവറിയാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഫാക്ടേഴ്സിന് മെഷർ ചെയ്യുന്ന സമയത്ത് ഇത്രയാണ്, അതായത് പോയിന്റിൽ ഇത്രയാണ് എൻ്റെ ബ്രേവറി, എനിക്ക് 90% ബ്രേവറി ഉണ്ട്, അല്ലെങ്കിൽ 90% ധൈര്യവാനാണ് ഞാൻ, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു അപ്രോക്സിമേഷൻ മാത്രമേ പറ്റുള്ളൂ. സോ മെഷർമെൻറ്റ് എന്താണ്, സയൻസിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട് ഇൻ കേസ് ഓഫ് സൈക്കോളജി ഓൾസോ. സൈക്കോളജിയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ പോലും ഫിസിക്സ് ആണ് ഏറ്റവും കൂടുതൽ മെഷർ ചെയ്യാൻ പറ്റിയ ഒരു, അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സയൻറ്റിഫിക് ഫീൽഡ് ഏതാണ്, ഫിസിക്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ലെസൺ. ഡെഫിനിഷൻ ഓഫ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഡെഫിനിഷൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കൃത്യമായ ഐഡിയാസ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളൊരു ടേം കൊണ്ടുവരികയാണ് സയൻസിൽ, അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ട് ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഡെഫിനിഷനും ഓപ്പറേഷണൽ ഡെഫിനിഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡെഫിനിഷൻ ക്യാൻ ബി ബേസ്ഡ് ഓൺ എൻ ഒപ്പീനിയൻ സംതിങ്. ലൈക്ക് ഞാനിപ്പോൾ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയുകയാണ്, ലൈക്ക് ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് എ പെൻ. ലൈക്ക് പെന്നാണ്. അപ്പം എന്താണ് പെന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഡിഫൈനും ചെയ്യാം, ഓപ്പറേഷണലി ഡിഫൈനും ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതൊരു പെന്നാണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എന്നുള്ളത് എന്താണ്, ജസ്റ്റ് ഒരു ഡെഫിനിഷനാണ്. പക്ഷെ നമ്മൾ എന്താണ് പെന്നിനെ ഒബ്സർവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് ആൻഡ് ഓൾസോ ഫോർ ഫർദർ കൈൻഡ് ഓഫ് ഫങ്ഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പെൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ആ ഒരു ഓപ്പറേഷണൽ ഡെഫിനേഷനിൽ വരും. പൊതുവേ സൈക്കോളജി എങ്ങനെയാണ്, യൂഷ്വലി ഒബ്സർവേഷനിലൂടെയാണ് ഈ ഓപ്പറേഷണൽ ഡെഫിനേഷനിലേക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബിഹേവിയേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ്. സൈക്കോളജി ഡിഫൈൻ കൺസെപ്റ്റ്സ് ബൈ കണക്റ്റിംഗ് ദം ടു ഒബ്സർവബിൾ ബിഹേവിയേഴ്സ് എന്നാണ്. ഒബ്സർവബിൾ ബിഹേവിയേഴ്സിനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓപ്പറേഷണലി കാര്യങ്ങൾ സൈക്കോളജി ഡെഫിനിഷൻ കൊടുക്കാറുള്ളതെന്നാണ് പറയുന്നത്. അതായത് സൈക്കോളജിയിലെ ഒരു കാറ്റഗറി ഓഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിഹേവിയേഴ്സ്, ഇപ്പം എൻ്റെ ബിഹേവിയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് ഒബ്സർവ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങളും സൈക്കോളജിയിൽ ഓപ്പറേഷണലി നമുക്ക് ഒബ്സർവേഷനിലൂടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേവറി, ലവ്, അഫെക്ഷൻ, അതുപോലെയുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ സൈക്കോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെഫിനിഷൻ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പറേഷണലി ആ ടേംസിനെ ഒന്നും കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റിയെന്നും വരില്ല. സോ ആ ഒരു ലിമിറ്റേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നേരത്തെ മെഷർമെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുമ്പോൾ, കൺസെപ്റ്റിനെ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുന്ന കാര്യത്തിലും ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് മറ്റ് സയൻസസിനെ അപേക്ഷിച്ച് സൈക്കോളജിക്ക് ഉണ്ട് എന്നാണ്. പക്ഷേ ഈ ഒരു ഓപ്പറേഷണൽ ഡെഫിനേഷനിൽ മറ്റ് സയൻസസിനും പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫിസിക്കൽ കൺസെപ്റ്റുകളും, അല്ലെങ്കിൽ ഫിസിക്കലെ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല ബൈ ഒബ്സർവേഷൻ, ബിക്കോസ് സം തിങ്സ് ആർ അൺഒബ്സർവബിൾ ഓൾസോ, റൈറ്റ്? സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇതിലും സൈക്കോളജിക്കും എന്തുണ്ട്, ഒബ്സർവേഷൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒബ്സർവബിൾ ബിഹേവിയേഴ്സായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എല്ലാ കൺസെപ്റ്റിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ചില കൺസെപ്റ്റിനെയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കാറ്റഗറി ഓഫ് കൺസെപ്റ്റ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവബിൾ ആയതുകൊണ്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ, ഡെഫിനിഷൻ ഓഫ് ടേംസ് എന്താണ് നിങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എന്താണ്, നിർബന്ധമാണ് സയൻസിൽ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സയൻസ്. ഇതോടുകൂടെ നമ്മൾ ഈ ഒരു ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബിഫോർ ദാറ്റ് വി ആർ ഗോയിങ് ടു സമ്മറൈസ് ദ തിങ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. First, we discussed a little bit about the history of psychology, where we talked about where from the psychology term coming from, which is from the Greek terminology, or we can say the Greek language. The words psych, which means soul, and the word logos, which means knowledge or study, from the Greek terminology has combined to form the term psychology. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അബൌട്ട് ദ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ലബോറട്ടറി ഇൻ ദ വേൾഡ് എന്നെക്കുറിച്ചാണ്. അതായത് ഫസ്റ്റ് ലബോറട്ടറി ഇൻ ദ വേൾഡ്, ലബോറട്ടറി മീൻസ് നോട്ട് ദ നോർമൽ വൺ, ദ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റൽ ലബോറട്ടറി, യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിംഗ് ഇൻ ജർമ്മനി, 1879 വില്യം വൂണ്ടാണ് എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വില്യം വൂണ്ടിനെയാണ് നമ്മൾ മോഡേൺ സൈക്കോളജിയുടെ പിതാവായി, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജിയായി കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞു. ലേറ്റർ വി മൂവ്ഡ് ഓൺ ടു സൈക്കോളജി ആസ് എ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സൈക്കോളജി വരുന്നത് സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയറൽ സയൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് സയൻസിലാണെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി ന്യൂ
scientific field അല്ലെങ്കിൽ scientific category. And then we talked about the characteristics of science, which included empirical observation, which is the observation based on evidences and experiments. And the next one was the measurement, which means that we need to measure things to prove it as a scientific one. And then we discussed about the systematic approach, where it says that we need to follow a particular system, or the approach should be very systematic to achieve the best results, and it is a characteristic of science. And then in the final part we discussed about definition of terms, which talked about operationally defining words. അതായത് സയൻസിൽ വരുന്ന ടേംസിനെ നമുക്ക് ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മൾ അവസാനമായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പെർട്ടിക്കുലർ ലെസനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു അറ്റംപ്റ്റ് ദാറ്റ്. ഓൾസോ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും, അതും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി വായിച്ച് നോക്കണം. ഗോ ത്രൂ ദാറ്റ്, so you will understand the concepts a little bit better when you read the value added notes also. So that's all for now. Thank you for listening to me and high quiz learning. See you next time.